ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോവിഡ് രോഗികൾ ഓരോ ദിവസവും ഇന്ത്യയിൽ ബാധിക്കപ്പെടുന്നത് പുതിയതായി വരുന്നത് 4 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർക്കാണ്. മുൻപ് ഒരു 8-9 ദിവസം കൂടുമ്പോഴാണ് രോഗികളുടെ എണ്ണം ഇരട്ടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ 5 ദിവസം കൂടുമ്പോഴും പുതിയതായിട്ട് രോഗികളുടെ എണ്ണം ഇരട്ടിയായി മാറിക്കൊണ്ട് വരികയാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന 3 പേരിൽ ഒരാൾ വെച്ചിട്ട് കോവിഡ് രോഗികളാണ് എന്നാണ് അർത്ഥം. പലപ്പോഴും കോവിഡ് വൈറസ് ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു 90% പേർക്കും ചെറിയ ലക്ഷണങ്ങൾ പോലെയോ ലക്ഷണമൊന്നും ഇല്ലാതെയോ കടന്നു പോകാറുണ്ട്. ഒരു 10%-നാണ് ഇത് ഗുരുതരമായിട്ട് മാറുന്നത്. 100 പേരെ ബാധിക്കുന്നതിൽ 1-2 പേർ മരണപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ കൊറോണ വൈറസ് പലരിലും നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പല തരം ലക്ഷണങ്ങൾ കാണിക്കുന്നത്? ചിലരിൽ ലക്ഷണമില്ല, ചിലരിൽ ഗുരുതരമായിട്ട് മാറുന്നതെന്ന് വിശദീകരിക്കാം. ഞാനിവിടെ വിശദീകരിക്കുന്നത് പലരുടെയും സംശയത്തിൻ്റെ ഉത്തരമാണ്. കാരണം ഒരു വീട്ടിൽ തന്നെ ഒരുപക്ഷെ പലർക്കും ഈ രോഗബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾക്ക് മാത്രം ചിലപ്പോൾ ജലദോഷമോ ചുമയോ കണ്ടുവന്ന് വരാം, മറ്റുള്ളവർക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പലരും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ സമൂഹത്തിലേക്ക് സ്വതന്ത്രമായിട്ട് ഇടപഴകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ ജലദോഷമോ ചുമയോ പനിയോ ഉള്ളവർ ഇത് കോവിഡ് ആണോ എന്നറിയാനായിട്ട് ടെസ്റ്റ് പോലും ചെയ്യാത്തത്. അതിനാൽ ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഒരു കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിൽ രോഗം കടുപ്പിക്കുന്നതിനും രോഗം ലൈറ്റായിട്ട് പോകുന്നതിനും 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി. നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കോവിഡ് വൈറസിൻ്റെ ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് അതിന് ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറിയാൽ അത് നമുക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നതിന് മിനിമം 2 മുതൽ 8 ദിവസം എടുക്കാറുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ഈ വൈറസ് ഒളിച്ചിരുന്ന് പെരുകിക്കൊണ്ടേയിരിക്കും. കൊറോണ വൈറസിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇത് പെരുകിക്കൊണ്ട് ഒരു ലെവലിന് മുകളിലായി കഴിഞ്ഞാൽ ലക്ഷണം കാണിക്കുന്നതിന് മുൻപ് തന്നെ ഇത് ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു തുടങ്ങും. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ഉയർന്നതാണെങ്കിൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയാലും ആ വൈറസിന് ഡെവലപ്പ് ചെയ്യേണ്ട രീതിയിലേക്ക്, ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അതിന് പെറ്റുവരുകാൻ സാധിക്കാതെ വരികയും പ്രോപ്പറായിട്ട് ലക്ഷണങ്ങൾ കാണിക്കാതെ ശരീരം അതിനെ അടിച്ചൊതുക്കി നമ്മുടെ ശരീരത്തിലെ ആൻറ്റിബോഡീസ് തന്നെ ഇതിനെ ഒതുക്കി നശിപ്പിച്ച് കളയുകയും ചെയ്യും. ഇങ്ങനെയാണ് പലരിലും ലക്ഷണങ്ങൾ കാണിക്കാതെ ഈ കൊറോണ വൈറസ് രോഗം മാറിപ്പോകുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഈ രോഗപ്രതിരോധ ശേഷി പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്, നമുക്ക് ഓൾറെഡി എന്തെങ്കിലും അണ്ടർലൈങ് രോഗങ്ങളുണ്ടോ എന്നുള്ളത്, നമ്മൾ എന്തെങ്കിലും മറ്റ് രോഗങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ അത് എന്തുതരം മരുന്നുകളാണ് എന്നുള്ളത്, ഇതെല്ലാം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മറ്റു സംസ്ഥാനങ്ങൾ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുള്ളത്, അതായത് പ്രമേഹ രോഗം, ഹൃദ്രോഗം പോലുള്ള പ്രോബ്ലംസ്, തലച്ചോറിനെ ബാധിക്കുന്ന സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ, രക്തം ക്ലോട്ട് ചെയ്യാതിരിക്കാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, അവയവങ്ങൾക്ക് പ്രോബ്ലം ഉള്ളവർക്ക്, ഫാറ്റി ലിവർ, അമിതവണ്ണം, ഇത്തരത്തിൽ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ഉള്ള രോഗികൾ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ അപേക്ഷിച്ച് ഇവിടെയുള്ള മലയാളികൾക്ക് രോഗപ്രതിരോധ ശേഷി താരതമ്യേന കുറവായിരിക്കും. അതുകൊണ്ട് ഇത്തരക്കാരിൽ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇവർക്ക് ഒരുപക്ഷെ കൊറോണ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എത്ര അളവ് വൈറസുകൾ എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വൈറസുകൾ നമുക്ക് രോഗമുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഇത്ര അളവ് വൈറസുകൾ എത്തണം എന്നൊരു കണക്കുണ്ട്. ഞാനത് വിശദീകരിക്കാം. സാധാരണഗതിയിൽ ഒരാൾക്ക് കൊറോണ വൈറസ് രോഗം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഏകദേശം 1000 വൈറസ് പാർട്ടിക്കിൾസ് എത്തണം. 1000 വൈറസ് പാർട്ടിക്കിൾസ് എത്തിയാൽ ഇത് നമ്മുടെ ശരീരത്തിൽ കയറി നമ്മുടെ ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യാനും ഇത് രോഗമായിട്ട് ഡെവലപ്പ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. വൈറസ് എത്ര അളവാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതിനെ പല ഘടകങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഒരു അടച്ചിട്ട മുറിയിലിരുന്നാണ് അവരുമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും നമ്മളിലേക്ക് വൈറസ് എത്താനുള്ള സാധ്യത ഏകദേശം 4 ഇരട്ടിയോളമാണ്. എന്നാൽ തുറസായ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളിലേക്ക് വൈറസ് എത്താനുള്ള സാധ്യത കുറയും. കാരണം ഇത് കൂടുതലും വായുവിലേക്ക് ഡിസ്പേഴ്സ് ആയി പോയിന്ന് വരാം. ഉദാഹരണത്തിന്, ഒരു കോവിഡ് വൈറസ് രോഗം ബാധിച്ചിട്ടുള്ള ഒരാൾ മാസ്ക് വയ്ക്കാതെ നമ്മളിരിക്കുന്ന മുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നു എന്നിരിക്കട്ടെ.
നമ്മളും അവരും സംസാരിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ മൂക്കിൽ നിന്നും മാസ്ക് വച്ചില്ലെങ്കിൽ 1 മിനിറ്റിൽ ഏകദേശം 20 വൈറസ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഏകദേശം നമ്മൾ അവരുടെ അടുത്ത് ഒരു 50 മിനിറ്റ് സംസാരിക്കാതെ ഇരുന്നാൽ പോലും ഈ 50 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് അവരിൽ നിന്നും വൈറസ് എത്തിക്കഴിയും. എന്നാൽ അവർ സംസാരിക്കുകയാണ്, നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മാസ്ക് വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ മിനിറ്റിലും അവരുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഏകദേശം 200 വൈറൽ പാർട്ടിക്കിൾസ് ഈ കോവിഡ് വൈറസ് പുറത്തേക്ക് എത്തും. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇയാളിൽ നിന്നും നമ്മളിലേക്ക് വൈറസ്, നമ്മുടെ ആ വൈറൽ ലോഡ് എത്തിക്കഴിയും. വൈറൽ ലോഡിൻ്റെ അളവാണ് നമുക്ക് രോഗമുണ്ടാക്കുന്നത്. സപ്പോസ് ഇതിപ്പോൾ ഒരു കോവിഡ് രോഗമുള്ള ഒരാൾ നമ്മുടെ അടുത്തുണ്ടെന്നിരിക്കട്ടെ, അവർ ടൈറ്റായിട്ട് മാസ്ക് വെച്ചിട്ടുണ്ട്, നമ്മളും ഒരു സർജിക്കൽ മാസ്ക് വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ, അവരിൽ നിന്നും നമുക്ക് രോഗമുണ്ടാക്കാനുള്ള അത്രയും വൈറൽ ലോഡ് നമുക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി സപ്പോസ് നമ്മുടെ അടുത്തിരിക്കുന്ന കോവിഡ് രോഗി മാസ്ക് വെക്കാതെ ഉച്ചത്തിൽ സംസാരിക്കുന്നു, ഇല്ലെങ്കിൽ പാട്ട് പാടുന്നു എന്നിരിക്കട്ടെ. ഇങ്ങനെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുമ്പോഴോ പാട്ട് പാടുമ്പോഴോ അവരിൽ നിന്നും 1 മിനിറ്റിൽ ഏകദേശം 1000 വൈറൽ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരുന്നു. അതായത് ഇത്തരക്കാരുടെ അടുത്ത് നമ്മൾ 1 മിനിറ്റ് ഇരുന്നാൽ തന്നെ നമ്മളിലേക്ക് വൈറസ് എത്തും എന്ന് ചുരുക്കം. ഇനി ഈ കോവിഡ് രോഗമുള്ള ഒരാൾ നമ്മുടെ അടുത്തിരുന്ന് ചുമയ്ക്കുകയാണെന്നിരിക്കട്ടെ, ചുമയ്ക്കുന്ന സമയത്ത് 1 മിനിറ്റിൽ ഏകദേശം 10 മുതൽ 15 കോടി വൈറൽ പാർട്ടിക്കിൾസ് ആണ് ഒരേ സമയം പുറത്തേക്ക് വരുന്നത്. എന്നാൽ അതേസമയം ഒരു കോവിഡ് രോഗി മാസ്ക് വയ്ക്കാതെ തുമ്മയാണെന്നിരിക്കട്ടെ, 1 മിനിറ്റിൽ ഏകദേശം 30 കോടി വൈറസ് പാർട്ടിക്കിൾസ് ആണ് പുറത്തേക്ക് പ്രവഹിക്കുന്നത്. അതായത് നമ്മുടെ ഇടയിൽ ഒരു അടച്ചിട്ട മുറിയിൽ 2-3 പേരിരിക്കുന്നു, അവിടെ ഇരുന്ന് ഒരു കോവിഡ് രോഗി ഒന്ന് ചുമച്ചാലോ ഒന്ന് തുമ്മിയാലോ തന്നെ അതിനകത്തിരിക്കുന്ന 7-8 പേർക്ക് ഒരേ സമയം രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. ഇത്തരത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വലിയ വൈറൽ ലോഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു 10 മടങ്ങ് ശേഷിയിൽ രോഗമുണ്ടാക്കാൻ കാരണമാകാറുണ്ട്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ കർശനമായിട്ട് മാസ്ക് അണിയുക. അതായത് ഇപ്പോൾ ഡബിൾ മാസ്കിംഗ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉള്ളിൽ സർജിക്കൽ മാസ്ക് വയ്ക്കുക, ചെവിയുടെ അവിടെ ഡബിൾ കെട്ടിയിട്ട് നമ്മുടെ മാസ്ക് ടൈറ്റായിട്ട് വയ്ക്കുക, അതിന് മുകളിൽ നിങ്ങളൊരു തുണി മാസ്ക് വയ്ക്കുക. ഏകദേശം 85% വരെ ഇങ്ങനെ ഡബിൾ മാസ്കിങ്ങിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ സപ്പോസ് കോവിഡ് രോഗിയാണെന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആൾ കോവിഡ് രോഗിയാണെന്നിരിക്കട്ടെ, സംസാരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മാസ്ക് ഉണ്ടെങ്കിൽ പുറത്തേക്ക് പ്രവഹിക്കാനുള്ള വൈറസിൻ്റെ ലോഡിൻ്റെ അളവ് താരതമ്യേന കുറവായിരിക്കും. നിങ്ങളും മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ അളവിൽ മാത്രമേ ഒരുപക്ഷെ വൈറൽ ലോഡ് നിങ്ങളുടെ മാസ്കിലോ കൈകളിലോ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇത്തരത്തിൽ വളരെ ചെറിയ അളവിലാണ് ഒരുപക്ഷെ ഈ വൈറൽ പാർട്ടിക്കിൾസ് നമ്മുടെ കൈകളിലോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനം അപ്പോൾ തന്നെ ഈ വൈറസ് പാർട്ടിക്കിൾസിനെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ വളരെ ഉയർന്ന അളവിലാണ് വൈറൽ ലോഡ് എത്തുന്നതെങ്കിലോ ചുരുങ്ങിയ സമയം മതി ഇതിന് ഇൻക്യുബേഷൻ പീരീഡ്, ഉയർന്ന തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ വരികയും ഇത് ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. 2 തരത്തിലാണ് ഉയർന്ന അളവിൽ വൈറൽ ലോഡ് നമ്മുടെ ശരീരത്തിലെത്തിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഒന്ന്, ഡെഫിനറ്റ്ലി ഈ രോഗം ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത്, നമുക്ക് രോഗം വന്ന് മാറിയിരുന്നാലും ഈ പോസ്റ്റ് കോവിഡ് കംപ്ലൈൻസ്, അതായത് കോവിഡ് രോഗം വന്ന് മാറിയവർക്കുണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് പിടിപെടാനും അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് വരെ ലോകത്തെമ്പാടും ഈ കോവിഡ് രോഗം വന്ന് മാറിയിട്ടുള്ളതിൽ 34% ഈ രോഗത്തിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒന്ന് തലപെരുപ്പ്, ഉറക്കമില്ലായ്മ, ആങ്സൈറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ, അവരുടെ എക്സിസ്റ്റിംഗ് പ്രോബ്ലം BPയോ ഷുഗറോ കൂടി നിൽക്കുന്ന അവസ്ഥ, ജോയിൻറ്റ് പെയിൻസ്, സ്കിൻ കംപ്ലൈൻസ് പോലുള്ള പലവിധം കംപ്ലൈൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ പടരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന വൈറസിൻ്റെ ലോഡ് കുറഞ്ഞു നിൽക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടാണ് സ്ട്രിക്റ്റ് ആയിട്ട് മാസ്ക് അണിയുക, ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് മറ്റുള്ളവരുമായി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഈ കോവിഡ് പകർച്ചവ്യാധി ഇത്രയധികം പെരുകിയ ഒരു അവസരത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കണ്ടുമുട്ടുന്നതിൽ 3 പേരിൽ ഒരാൾ വീതം കോവിഡ് രോഗികളെന്ന് പറയുമ്പോൾ അത്രത്തോളം ഭീകരമാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കണ്ടുമുട്ടുന്നവരും നിങ്ങളും മാസ്ക് അണിയാൻ, മാസ്ക് ശരിയായിട്ട് വച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കോവിഡ് വൈറസ് എത്തിയാൽ പോലും നിങ്ങൾക്ക് രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. പുറത്തിറങ്ങുന്നവർ മാത്രമല്ല, വീടുകളിൽ തന്നെ കോവിഡ് രോഗം ബാധിച്ച് ഐസൊലേഷനിൽ കഴിയുന്നവരും നിർബന്ധമായും മാസ്ക് വയ്ക്കണമെന്ന് പറയാൻ കാരണവും ഇതാണ്. ഇത്തരത്തിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വൈറസിൻ്റെ ലോഡ് കുറച്ച് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ കോവിഡ് രോഗം, ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്നു പോയാലും നിസ്സാരമായിട്ട് വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയിക്കോളും. അപ്പോൾ കോവിഡ് വൈറസ് ബാധിക്കുന്നതിൽ ചിലവർക്ക് പെട്ടെന്ന് ശരിയാകും, ചിലവർക്ക്
ചിലർക്ക് സമയമെടുക്കും, ഗുരുതരമാകും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഈ കോവിഡ് വൈറസിന്റെ അപകടവും ഇതിന്റെ ഗുരുതരാവസ്ഥയും ഇന്നും പലരും ശരിയായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വീണ്ടും കോവിഡ് വൈറസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.